പ്രിയമുള്ളവരെ, വചനജ്വാല 1306 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 29 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. വലിയ നോമ്പ് 27 ദിനത്തിലേക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്കമാസം 29 ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 74 സങ്കീർത്തനം 15 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. അങ്ങ് ഉറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു, എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ വറ്റിച്ചു. പകൽ അങ്ങയുടേതാണ്, രാത്രിയും അങ്ങയുടേത് തന്നെ. അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു. അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു. അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു. കർത്താവേ, ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ. അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുത്. അങ്ങയുടെ ദരിദ്രരെ ജീവനെ എന്നേക്കും മറക്കരുത്. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു. മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ. ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോനാസും ബെറാക്കിയൂസും കൂട്ടരെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ഇവരെല്ലാവരും രക്തസാക്ഷികളായിരുന്നു. പേർഷ്യയിലെ സാപ്പോർ രാജാവ് തന്റെ വാഴ്ചയുടെ 18 വർഷം ക്രിസ്ത്യാനികൾക്കെതിരായി ക്രൂരമായ പീഡനങ്ങൾ നടത്തി. ഹബൂബ എന്ന പ്രദേശത്ത് ക്രിസ്ത്യാനികൾ വധിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജോനാസ്, ബെറാക്കിയൂസ് എന്നീ 2 സഹോദരന്മാർ അവിടെ എത്തി ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. 9 പേരുടെ വധം കഴിഞ്ഞ ശേഷം ജോനാസിനെയും ബെറാക്കിയൂസിനെയും പിടിച്ച് പേർഷ്യൻ രാജാവിനെ വണങ്ങാനും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ജലം എന്നിവയെ ആരാധിക്കാനും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അതിനെ അവർ തയ്യാറല്ലെന്ന് കണ്ടപ്പോൾ പേർഷ്യർക്ക് കോപമായി. ബെറാക്കിയൂസിനെ ജയിലിൽ അടച്ച ശേഷം ജോനാസിനോട് അഗ്നിയെ ആരാധിക്കാൻ അവർ പലവിധത്തിൽ പ്രേരിപ്പിച്ചു. അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ജലത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഏറ്റുപറയുകയും ചെയ്യുന്നു. പൊക്കിളിൽ കൂടി ഒരു കുറ്റി കയറത്തക്ക വിധം കമഴ്ത്തിക്കിടത്തി പുറത്ത് വടികൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏറ്റുപറച്ചിൽ. അനന്തരം അദ്ദേഹത്തെ വെള്ളം മഞ്ഞുകട്ടയായി ഉറച്ചു കിടക്കുന്ന കുളത്തിൽ കിടത്താൻ പ്രസിഡന്റ് ആജ്ഞാപിച്ചു. കുറെ സമയം കഴിഞ്ഞ്
ബെറാക്കീസിയൂസിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അഗ്നിക്ക് ബലി ചെയ്തുവെന്ന്. ഒരു സൃഷ്ടിക്ക് സഹോദരൻ ദിവ്യബഹുമാനം കൊടുത്തിട്ടുണ്ടാവുകയില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സത്യദൈവത്തെ അദ്ദേഹം പ്രകീർത്തിക്കുവാൻ തുടങ്ങി. ഈ പ്രസംഗങ്ങൾ കേട്ടാൽ ജനങ്ങൾ മാനസാന്തരപ്പെടുമെന്ന് ഭയന്ന് പരസ്യമായി വിചാരണ ചെയ്യേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു. അനന്തരം പഴുത്ത ഒരു ചെമ്പുതകിട് കൈകൾ വെപ്പിച്ചു. നാസാദ്വാരങ്ങളിൽ ഈയം ഉരുക്കിയൊഴിച്ചു. പിറ്റേ ദിവസം ബെറാക്കീസിയൂസ് അഗ്നിദേവനെ പൂജിച്ചിരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥന്മാർ ജോനാസിനോട് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ വിരലുകൾ ഒന്നൊന്നായി മുറിച്ചു കളഞ്ഞു. ശിരസിലെ തൊലി പൊളിച്ചെടുത്തു. നാവ് മുറിച്ചു കളഞ്ഞു. പിന്നീട് ഒരു യന്ത്രത്തിൽ വെച്ച് ശരീരം ഞെക്കി തരിപ്പണമാക്കി. ഇത് ബെറാക്കീസിയൂസിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരം രക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് ഞാൻ മെനഞ്ഞുണ്ടാക്കിയതല്ല, ഞാനത് നശിപ്പിക്കുകയുമില്ല, സൃഷ്ടാവ് ഒരിക്കൽ അതിനെ പുനരുദ്ധരിക്കും എന്നായിരുന്നു ഈ ധീര രക്തസാക്ഷിയുടെ മറുപടി. മുള്ളുകൊണ്ട് കുത്തുകയും മുള്ളിൽ ഉരുട്ടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെയും ഈ ദേയന്ത്രത്തിൽ ഞെരുക്കി. തത്സമയം തിളയ്ക്കുന്ന ടാർ വായിൽ കോരി ഒഴിച്ചു. 327 ഡിസംബർ 24 ഈ രണ്ട് സഹോദരന്മാരുടെയും രക്തസാക്ഷിത്വം. പ്രിയരെ, ഈ രക്തസാക്ഷിത്വ ചരിത്രം വായിക്കുന്നവർ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പരിശോധിക്കുന്നത് നന്നാണ്. നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ അനുഗ്രഹീതർ. പ്രിയമുള്ളവരെ, ഇന്ന് ധീര രക്തസാക്ഷികളായ വിശുദ്ധ ജോനാസിന്റെയും ബെറാക്കീസിയൂസിന്റെയും കൂട്ടരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രത്യേകം കടക്കാം. ഇവരുടെ മാധ്യസ്ഥം നമ്മളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാവട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.